Hey guys, welcome back to Video. Guys, in this video, guess the movie by Lyrics Challenge. എഴുതാൻ പോകുന്നത് തുടങ്ങിയിട്ടില്ല. ഓക്കെ ഗൈസ്, അപ്പോ ഗസ് ദ മൂവി ബൈ ലിറിക്സ് ചാലഞ്ച് ആണ് ഗൈസ് ഇന്നത്തെ വീഡിയോ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്തായാലും ഇവിടെ ചാർലി ബിസിബി ഉണ്ട് ആൻഡ് കെംസി കൊമ്പൻ ഉണ്ട് ആൻഡ് റാഷിക് ഡിബി ഉണ്ട് ഗൈസ്. അപ്പൊ 3 പേരായിരിക്കും ചാലഞ്ചിൽ പങ്കെടുക്കുന്നത്. ഒരു സിനിമന്റെ ആ ഒരു സിനിമയിലുള്ള സോങ്ങിൽ ലിറിക്സ് ആയിരിക്കും ഗൈസ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ലിറിക്സ് ആണ് ഇവിടെ കാണിക്കുക. സോ സോങ് പ്ലേ ചെയ്യല്ല ചെയ്യുക. ഓക്കെ, സോ ലിറിക്സ് കാണിക്കും, നമ്മളത് വായിച്ചു നോക്കിയിട്ട് ഗസ് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ശരിത്രം പറയുകയാണെങ്കിൽ പോയിന്റ് കിട്ടും, അതുപോലെ തന്നെ തെറ്റുത്തരം പറയുകയാണെങ്കിൽ -പോയിന്റ് വീഴുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ഒരു ചാലഞ്ചിലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഫസ്റ്റ് ലിറിക്സ് എന്താ നോക്കാം. ജീവാംശമായി എനിക്ക് പാട്ടറിയാം, സിനിമ അറിയാം. ജീവാംശമായി കാളങ്ങളാ ഇത് മലയാളം, ഇത് മംഗ്ലീഷാണ്. കാളങ്ങൾ എന്നും വായിക്കാം. കാലങ്ങൾ ഇംഗ്ലീഷ്. ഇതിന്റെ നടനാരാ ബ്രോ? ആരാ? മോഹൻലാല്. പിന്നല്ലാതാരാ? ഞാനവിടെ മിണ്ടായിരുന്ന കുറുവാണെങ്കിൽ അവിടെ കുത്തിരുന്നോണം കേട്ടല്ലോ. നടന്റെ പേര് പറഞ്ഞിട്ട് സിനിമന്റെ പേരങ്ങ് പറയാൻ. ഓ, ദുൽഖർ സൽമാൻ സിനിമ പറ. ഇതേത് പഴയ സിനിമ? പോടാന്ന്. ഐ ഹാവ് നോ ഐഡിയ. പോടാന്ന്. ഞാൻ പറയാം. തെറ്റിയ മൈനസ് ഉണ്ടല്ലോ. കൈ പൊക്കിട്ട് പറ. കൈ പൊക്കി ഓൾറെഡി. ഓ അതന്നെ ടൊവിനോയായിരുന്നു. ഇതാണോ നീ പഴയ പടം പറഞ്ഞേ? പാട്ടിൽ ലിറിക്സ് ഉണ്ട് പഴയതുപോലെ തോന്നി. 1 പോയിന്റ് ചാർലി ബിസിബി മുന്നേറുകയാണ് സുഹൃത്തുക്കളെ. ഗസ് അടിച്ചത് പൊളിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് റൗണ്ട് പ്ലീസ്. നിനക്കറിയാവോ? ആ പാട്ടിന്റെ ആ പാട്ട് ആ MP3 ഇതിൽ ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോയില് പേര് കൊടുത്തിട്ടുണ്ട് ആ സിനിമയിൽ. നേരെ ആലോചിച്ച് നോക്കാം. കാറിലൊക്കെ പോകുമ്പോ അങ്ങനെ സ്ക്രീനില് ഉണ്ടാവൂലേ? രാവണപ്രഭു ആണല്ലേ? കണ്ടാ എന്റെ ഐഡിയ ഉണ്ട്. എനിക്ക് അത് അറിഞ്ഞൂടാ, അതാ രാവണപ്രഭു മോഹൻലാലല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ഒരു ഏടോ പാട്ടറിയോ? പാടുന്ന ഭൂമിയും ഭാരവും കടുവായ കിടുവ പിടിക്കുന്നേ ഹംബംബോ മരയൊന്തിന് ചായം പൂശുന്നേ. പക്ഷെ പവിഴ മഴയെന്നല്ല ഞങ്ങൾ പാടാറ്. പവിഴ കൊമ്പ അതെ, ഇത് പാട്ട് പാടുന്ന ചാലഞ്ച് അല്ല കേട്ടോ. ഇവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. ആലോചിക്കല്ലേ? ആ പാട്ട് പാടിച്ചോ. നടി സായിപ്പല്ലിയാണ്, അതെനിക്കറിയാം. ആ സോങ് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അല്ല പടമല്ല ഞാൻ പറഞ്ഞത്. നടൻ ഫഹദ് ഫാസിലല്ല. നടൻ ഫഹദ് ഫാസിലല്ലേ? അത് ഫഹദ് ഫാസിൽ കേട്ടാ. ഞാൻ പറഞ്ഞ സായിപ്പല്ലി ഫഹദ് ഫാസിൽ. എനിക്ക് ആ പാട്ട് കിട്ടി, വീഡിയോ സോങ് കിട്ടി. പക്ഷെ സിനിമന്റെ പേര് അല്ല. ഫഹദ് ഫാസിലല്ലേ? സായിപ്പല്ലി അല്ലേ? സായിപ്പല്ലിയും പടം ഏതാന്ന് അതന്നെ നടന നടിയാതല്ലേ? ആ അതന്നെ ഞാൻ പറഞ്ഞത്. മറ്റേ പടം ഉണ്ടല്ലോ, എല്ലാരും ഉണ്ടല്ലോ. അതാണോ അതിനകത്തുണ്ടോ? 2020 ഏത് പടം? എനിക്കറിയത്തില്ല. ഡ്രഗ്സ് ഡീലിംഗ് ഒക്കെ ഉണ്ടോ അതിനകത്തെ പടത്തില്? സിഗരറ്റ് വലിക്കുന്നുണ്ട്. സോറി, ഞാൻ നസ്രിയാന്ന് വിചാരിച്ചേ. പുല്ല് അതിന്റെ പേര് ആലോചിച്ചു. അത് പറഞ്ഞൂടെ? സായിപ്പല്ലവിനെ എനിക്ക് എപ്പോഴും ഓർമ്മയുള്ള പ്രേമത്തിൽ മാത്രമാണ്. മാരിയുണ്ട്. ക്ലൂതാടെ എന്ത് ടീമാണ് ഇത് കൂടുതൽ അതെനിക്ക് അറിയാം.
സായിപ്പയ്യപ്പി അല്ല വയ്യാതെ വയ്യാതുള്ളതാണ് വയ്യാത്തൊരു കുട്ടിയാണ് ഐ മീൻ അതിനകത്ത് മറ്റേ ആട്ടുതൊട്ടിൽ അതല്ല അത് വേറെ ആ പാട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആട്ടുതൊട്ടിൽ കുട്ടികളെ നന്മണി അല്ലല്ല അത് വേറെ അതായത് പിന്നെ കിട്ടും എനിക്കല്ലേ തോരി ഏതാ അതിരങ്ങടാ അതായത് ഫാദർ ഫാസിൽ എവിടുന്നോ പുറത്തുനിന്ന് ഇറങ്ങിയതായിരിക്കും ശരിക്കും അവൻ ഡോക്ടർ ആയിരിക്കില്ല ചികിത്സക്ക് വന്ന ഡോക്ടർ ആയിരിക്കത്തില്ല കഥ മനസ്സിലെല്ലാം അറിയാം പേര് കിട്ടിയില്ല ഗൈസ് നൈസ് പാടാണ് ആക്ച്വലി അപ്പോ ആർക്കും പോയിന്റ് ഇല്ല ഗൈസ് നമ്മൾ അടുത്ത നോക്കിയാലോ കൂടെ ടഫ് ക്വസ്റ്റ്യൻസ് കൊണ്ടുവരാമോ ഓക്കെ അതെ നെക്സ്റ്റ് വൺ പ്ലീസ് വെട്ടം വായിച്ചോണ്ടിരിക്കുവായിരുന്നു ഞാൻ. ഒരു കാതിലോല ഞാൻ കണ്ടില്ല ഒരു അതെ ചലഞ്ച് ഏതൊരു 2-3 ചലഞ്ചിന് പാട്ട് വെട്ടം 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 പോകുന്നില്ലേ? ആണോ ആ ചിലപ്പോ പറയും വട്ടന്മാര് വെട്ടം എന്നൊക്കെ പറയാം കാര്യം ഓക്കെ ഗൈസ് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നീ മൂക്കി ആ നല്ല ടഫാ ചെല്ലി പറ കൊണ്ട വെച്ചുകൊടു. എടാ ഈ പാട്ടാ എന്തിടാ ഇത് നീ എന്നെ ഗാനത്തിൻ ചിറകുകളേറി ഞാനെന്താ ലോകത്തിന് നീ മുകിലോ അറിഞ്ഞോ നിലവാരത്ത് തുറകുന്നുണ്ട് നീ മുകിലോ പുതുമണമണിയോ ഓ പക്ഷേ അറിയില്ല നമുക്ക് കിട്ടുന്നില്ല മറ്റേ സംഭവം ഉണ്ടോ? അതാണ് ആലോചിക്കുന്നത് ആ വിമാനാണോ വിമാനം രാഷ്ട്രീയ അക്കൗണ്ട് തുറന്നിരിക്കുന്നത് സുഹൃത്തുക്കളെ -1 ഓക്കെ അല്ല ഹെലികോപ്റ്റർ -1 വിമാനല്ലേ അതിന് പേരെന്താ വിമാനം അല്ലടാ അവിടത്തെ എനിക്ക് പണം മനസ്സിലായില്ല എടാ ഇത് വിമാനല്ലേ അയ്യോ അവിടത്തിന് വരുന്നത് വിമാനം പിന്നെ റോക്കറ്റ് ആയിരിക്കും അല്ല അതിന്റെ മലയാളം പിടി. വിമാനത്തിന്റെ നിന്റെ പേര് പറ. എടാ അതല്ലേ ഞാൻ ഉദ്ദേശിച്ച വിമാനല്ലേ ഞാൻ വേണമെങ്കിൽ ക്ലൂ തരാം എന്റെ ചാൻസ് പോയി ക്ലൂ പറഞ്ഞല്ലോ കേട്ടെ രണ്ടുപേർക്കും കൂടി ക്ലൂ പറയാം പറ. ആ സിനിമയിൽ ആസിഫ് അലി പാർവതിന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നുണ്ട് അതല്ല അവിടോ അപ്പൊ ശരിക്കും പേര് പാർവതിയുടെ മുഖത്താ ആസിഡ് ഒഴിക്കുന്നത് തോന്നിയാ ആദ്യമേ കാണിച്ചത് അതില് ടൊവിനോ തോമസും ഉണ്ട് പാർവതി അതില് എന്താ പറയാ മറ്റേ പൈലറ്റിന് പഠിക്കാൻ വേണ്ടി പോകും അപ്പൊ ടീച്ചർ സാറ് അവിടെ മറ്റേ ടൊവിനോ ആയിരിക്കും അതിൽ എന്നിട്ട് ഇവളുടെ കണ്ണിന് ചെറിയ ഡാമേജ് ഉണ്ട് ആസിഡ് ഒഴിക്കലയില് എടാ നേരെ ആലോചിച്ച് നോക്കടാ ഈടാ എനിക്ക് കിട്ടില്ലടാ വിമാനം അല്ലല്ലേ നിനക്ക് പണം ചെയ്യില്ല എനിക്ക് മനസ്സിലായില്ല കിട്ടില്ല പണമാണത് ഏത് മറ്റേ ആ തിയേറ്റർ കത്തിന്ന് പടമാണോ? തിയേറ്റർ കത്തിയാണോ ഞാൻ വിട്ട് കുറച്ച് മുന്നേ മൂന്ന് കൊല്ലം മുന്നേ ആ ഉയരെ ഉയരെ ബ്രോ ഇച്ചിരി സിമ്പിൾ പടങ്ങൾ എടുക്കാവോ അയ്യോ, മറ്റേ tough വേണമെന്നല്ല മാക്രോ അല്ല പടങ്ങൾ സിമ്പിൾ ആക്കാം പക്ഷെ പാട്ട് കഠിനമായിക്കോട്ടെ അതെ ഓക്കെ വൺ ടു ത്രീ എൽസൊക്കെ ഉണ്ട്. മേരിക്കൊണ്ടൊരു കുഞ്ഞാട് അത് തന്നെ. സെക്കൻഡറി കുഞ്ഞാടെന്ന് സോ ഗൈസ് കമ്പനി ടു ചാർലിക്ക് വന്ന് എനിക്ക് -1 ഓക്കെ പേര് പറ, പെണ്ണ് അതാണ് guys ഇത് പേരൊക്കെ മാറിപ്പോ നേരത്തെ ഉയരെന്ന് പറയണ വിമാനം എന്ന് പറഞ്ഞു മേരിക്കൊണ്ട് അല്ല ഓക്കെ ഗൈസ് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അപ്പുക്കുട്ട തൊപ്പിക്കാര എപ്പ കല്യാണം ഉം. മധുര മാസത്തിൽ അല്ല പാട്ടറിയാം സിനിമ അറിയാം അയ്യോ അറിയത്തില്ലടേ കുണു കുണു കുമാ എന്ത് കുണു 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 കുരുങ്ങിയോ എന്തൊക്കെയാണ് ലിറിക്സ് അപ്പുക്കുട്ട തൊപ്പിക്കാര എപ്പ കല്യാണം ഇത് മറ്റേ ഇവന്റെ അവിടെ അല്ലേ മോഹൻലാലിന്റെ? അയ്യോ സോറി ഇവനല്ല സോറി അപ്പുക്കുട്ട തൊപ്പിക്കാരായ എപ്പ കല്യാണം മധുര തൊപ്പിക്കാരായ എപ്പ കല്യാണം മധുര മാസത്ത് വേലി കെട്ടിയിട്ട് അപ്പ കല്യാണം ഒന്നാം വട്ടം കണ്ടപ്പം പെണ്ണിന് കിന്നാടം അല്ല കിണ്ടാണ്ടം ഇത് മറ്റേ പാടാണോടാ വട്ടം കണ്ടപ്പം ഞാൻ ക്ലൂ തരാം മറ്റേ അക്കുസേട്ടാന്നൊക്കെ വിളിക്കുന്നത് അതല്ല അല്ലേ ഇതിനേക്കാളും പഴയ അവിടെ വന്നുണ്ട്.
ആ ഒരു ടൈമിലുള്ള പടം അത് കഴിഞ്ഞിട്ടുള്ള പടം എടേ എനിക്കൊന്നും പഴയ പടങ്ങൾ ഓർമ്മയില്ലടേ. ഞാൻ തോറ്റേ. ചന്ദ്രലേഖ. ചന്ദ്രലേഖ സുഗന്ധം. ഞാൻ തോറ്റെന്ന് പറഞ്ഞില്ലല്ലോ. ചന്ദ്രലേഖ ഞാൻ പറഞ്ഞില്ല. ആണല്ലേ, ഓക്കെ ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചെമ്മന്തി 1 ഹാപ്പി വെഡിങ്. 2 3 ചെമ്മന്തി ചേരും ചേമന്തി ചേരും കൊണ്ട് മോഹിപ്പിക്കും പെണ്ണാണേ മണിവിൻ താരം പിന്നിൽ. എനിക്ക് പറ്റിപ്പോയതാ. നീ വെഡിങ് സോങ് ആണ് എടേ എനിക്ക് മനസ്സിലായടാ പടം. ഹാപ്പി വെഡിങ്. ഹാപ്പി വെഡിങ് മറ്റേത്, പക്ഷെ അതിലല്ല. അനീബിയാണ്. എനിക്ക് സംഭവം മനസ്സിലായി. അനീബി വണ്ണാ ടൂവാ? അത് കിട്ടി. അത് പറഞ്ഞു. ആവശ്യമൊന്നുമില്ല. അനീബി 2 പടാ. 1 2 3 ആ സമയം. വണ്ണാണ് 2 അല്ല. അല്ല 2 അയ്യോ എടാ, അല്ല അത് പറയണം അത് പറയണം. രണ്ട് പടമാണ്. രണ്ട് പടവാ. അയ്യോ പോയല്ലോ. ബ്രോക്ക് മൈനസ് ഇട്ടായിരുന്നു. മൈനസ് ആക്കില്ലേ? അയ്യേന്നാ അത് കറക്റ്റ് പറയണം. അത് 2-ലാണ്. സത്യം. ശരി കേട്ടോ. എല്ലാ പടത്തിന്റെ മറ്റേ സബ് ടൈറ്റിൽ വേണം കേട്ടോ. പടത്തിന്റെ സബ് ടൈറ്റിലാ. അതറിയത്തില്ല. ഇപ്പൊ ഈ Tail. ക്രൂവിന്റെ കയ്യിലുള്ള പേര് പറഞ്ഞാൽ മതി. ക്രൂവിന്റെ കയ്യിലുള്ള പേര്. പാട്ട് അത് പാടിയേ. എനിക്ക് മനസ്സിലായി. പുലിമുരുകൻ. പാട്ടിതാ കാടണിയും കാനനമൈനേ പുലിമുരുകിൽ ഇങ്ങനത്തെ പാട്ടൊക്കെ ഉണ്ട്. പുതിയ പട്ടൊക്കെ വരും. ഒരു വെള്ളം പൊന്നും പുതിയ പാട്ടായിരുന്നു. ഈ പഴയ സിനിമ എന്ന് അറിഞ്ഞൂടാ. അറിയത്തില്ല. കുക്ക് വിട്ട് കഴിഞ്ഞാൽ തോറ്റനം പഴയ സിനിമ അറിയില്ല ഗായ്സ്. എടേ എനിക്കറിയത്. നീ പറയണം അറിഞ്ഞാല്. എന്തായാലും പറയാൻ പോവാ. യോധ. അല്ല. അല്ലേ? ഏതാ മൂവി ഏതാ? അല്ല, അത് ആ പാട്ടിലാണ് അല്ല. മാറിപ്പോയാ. സൂപ്പർ. പടകാളി അയ്യോ പടകാളി പെണ്ണെന്നായിരുന്നു. പടകാളി എല്ലാവർക്കും കളിയാക്കിയത് മംഗ്ലീഷ് വായിക്കാറില്ല. ഞാൻ ഫുള്ള് വായിച്ചില്ല. ശരി കൂളാവും. അടുത്താണ് മിന്നാരോ. പഴയ പുതിയ ബ്രോ ഗീമി പുതിയ പടം. വസന്ത മല്ലികേ മനസ്സിന് അടാ ദിലീപിന്റെ അല്ലേ? കടോ നടി അനുശ്രീയോ അങ്ങനെ എന്താണ് നടിന്റെ പേര്? ആടോ എല്ലാരെയും പടത്തിന്റെ പേര് പറഞ്ഞോ. അതില് നടന് വിളിക്കുന്നൊരു പേരുണ്ട്. അതുമായി അതെ നമിത പ്രമോദ്. ഡാൻസർ എങ്ങാണ്ടോ അങ്ങനെ അനുശ്രീയാണ് നടി. അനുശ്രീ ഏതാന്ന് മനസ്സിലാക്കാത്താണ്. തോറ്റു അവന് തുമ്പത്തന്നെ പക്ഷെ കിട്ടില്ല. തോറ്റു ചന്ദ്രേട്ടനെ എവിടെയാ? പറഞ്ഞല്ലേ ചന്ദ്രനെ എവിടെ? എല്ലായിടത്തും എന്തെങ്കിലും വിളിക്കും. വിളിച്ചിട്ട് എന്നോ എന്ത് കഷ്ടമാടാ. അറിയത്തില്ല. ഇത് കേട്ടിട്ട് പോലെയല്ലേ പക്ഷെ എനിക്ക് ആലോചിക്കാൻ വയ്യ. എനിക്ക് പഴയ പാട്ടുകൾ സിനിമകളൊന്നും ഇല്ലല്ല ഞാൻ കണ്ടില്ല. എനിക്ക് പഴയ സിനിമാസ് ഒന്നും അങ്ങനെ അറിയത്തില്ല. പേരൊന്നും അറിയത്തില്ല. മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ പേര് എന്തായാലും കിട്ടില്ല. അറിയത്തില്ല. തട്ടത്തിമാരെ തന്നെ പകുതി മുക്കാലും മറന്നുപോയി. മുന്നേ ആരതാ? മോഹൻലാലിന്റെ ആയിരിക്കും. ഓക്കെ അടുത്ത പറ. ഇത് കാണിച്ചല്ലേ എടാ പൃഥ്വിരാജ് നടി മറ്റേ പെണ്ണ്. അയ്യോ ഞാനൊരു ഗസ്റ്റ് അടിക്കുവാണേ. ഗസ്റ്റ് മെമ്മറീസ് ആണോ? അല്ല അതല്ല. ഞാനത് പറയാൻ പറ്റുന്നില്ല. അതാ
അപ്പൊ ഇങ്ങനെ പാടല്ലേ, അടുത്ത മറ്റേ പൃഥ്വിരാജിന്റെ അടുത്ത സിനിമയിൽ ചാൻസ് കിട്ടും. അപ്പൊ നിർത്തി. പൃഥ്വിരാജ് നടനാണ്, നടി ഞാൻ പറഞ്ഞുതരാ. അല്ല ഒന്നല്ല. ലക്ഷദ്വീപിലല്ല അവൻ ബോട്ട് കയറി വരുന്നേ. അനാർക്കലി അല്ല അതല്ലാതെ ഞാൻ പറഞ്ഞു അതിന്റെ അടുത്ത്. അവനതേന്ന് പറഞ്ഞ നീ എന്താ പറയുന്നേ? ടൈപ്പാണ് സിനിമത്തെ എല്ലാം അറിയാം, പക്ഷെ പേരാണ് എന്താ അവസ്ഥ. ഞാൻ മെമ്മറീസ് നസ്രീനെ പറഞ്ഞു. അല്ല ഞാൻ മാത്രമേ ഉള്ളൂല്ലേ അറിഞ്ഞൂടാ. പൊട്ട അയാളും ഞാനും തമ്മിൽ എന്നോട് പറഞ്ഞ തേങ്ങ നീയല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞ എസ്രാന്ന്? നീ അപ്പൊ തിരിച്ചു മറന്നാത് പറഞ്ഞ അവൻ എസ്ര തന്നെയാന്ന് എന്നോട് പറയാ പറഞ്ഞു. പറ അടുത്ത നെക്സ്റ്റ് പ്ലേസ്. ലാവിന്റെ നീലഭസ്മം കൊറിയാണ്, ഇതൊക്കെ ചാർലിക്ക് അറിയുള്ളൂ. കൊറിയണിന്നവളെ കാതിലോല കമ്മലിട്ട് കുണുങ്ങി നിന്നവളെ. കമ്മലുണ്ടല്ലോ, ആ കമ്മലിട്ട്. ആ ഇത് പഴയ പടം ആയതുകൊണ്ട് എനിക്കറിയത്തില്ല. ബ്രോ ബ്രോക്ക് ഓൾഡ് മൂവീസ് ഒക്കെ അറിയുന്നല്ലേ, ചാർലിക്ക് അറിയില്ല. പിന്നെ ക്ലൂ മോഹൻലാലിന്റെ പടം ഫയർ ഗോഡ് തീദൈവം. ഫയർകോട് തീദൈവം സൂപ്പർ. ഫയർകോട് എന്ന് വെച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചത്? അല്ലടാ കിട്ടി റോബോട്ട്. ഇനി നമ്മൾ ഫയർകോട് എന്താന്ന് കണ്ടുപിടിക്കണം. പോടെ എന്ന് പറ ആ പറ. തോറ്റ് തോറ്റ് അഗ്നിദേവൻ നടന്നാരാ? മോഹൻലാല് ഇവിടെ മമ്മൂട്ടിന്റെ പടമൊക്കെ വെക്കുമ്പോഴും നമ്മള് മമ്മൂക്ക് ഫാൻസ് ഉണ്ട് ഇവിടെ. കമന്റ് ബോക്സ് കത്തിക്ക് സ്ക്രൂ മൊത്തം മോഹൻലാൽ പടം, ലാലേട്ടൻ പടം. മമ്മൂക്ക ഫാൻസ് കമന്റ് ചെയ്യാ ഗൈസ്, കത്തിക്ക് ചാറ്റ്. ലാലേട്ടൻ ഫാൻസ്. ശാബ ഇതൊക്കെ നിനക്ക് അറിയേണ്ടതാണ് കേട്ടാ. ഇവനൊക്കെ ഇങ്ങനത്തെ 24 മണിക്കൂർ ഇങ്ങനത്തെ പാട്ട് കേൾക്കണം. ആ മറ്റേ കാറിലൊക്കെ പോകുമ്പോ എടേ പാട്ടാ എനിക്ക് അറിയണത്. പൃഥ്വിരാജ് ഉണ്ട് ജയസൂര്യ ഉണ്ട് പടത്തില്. ഉണ്ട് ഉണ്ട്. കുഞ്ചാക്കോബനുണ്ട് പടത്തില്. കുഞ്ചാക്കോബനുണ്ട് പടത്തില്. ഉണ്ട്. എന്നാ അതല്ല, അത് തന്നെയാ, അത് തന്നെയാ. മറ്റേ വിളിയില്ലടാ മീര ജാസ്മിനും ആയിട്ടുള്ള അതാണോ? ആ തെറ്റുത്തരം. അതല്ല അതല്ല അത് തന്നെയാ. അത് തന്നെയാ പടം. ഞാൻ പടത്തിൽ പറയാം, ഞാൻ പറയാം. അതിന് പേര് അങ്ങനെ പറയാൻ പറ്റില്ല, ഫൈൻസ് കിട്ടാം. അതിന്റെ പേര് ഞാൻ പറഞ്ഞോളാം. അവന് പേര് പറഞ്ഞിടത്ത് ഫൈൻസ് കിട്ടും. ഇത് ഒരിക്കലും വിചാരിക്കല്ല ഈ പടത്തിൽ ഈ പാട്ട് ഉണ്ടെന്ന്. ഇഷ്ടം പോലെ പടം ഉണ്ട് ഇവര് രണ്ടുപേരും. അതല്ല ഈ പടത്തിൽ ഈ പാട്ടെന്ന് വിചാരിക്കില്ല ഒരിക്കലും. ഞാൻ വരെ കൺഫ്യൂസ് ആയിപ്പോയി. ആ കഥ എന്ന് പറയാവോ? മറ്റേ ഈ പോലീസോ ബ്രോ കഥ പറയുന്നത് എന്ത് വേറെ വല്ലതോ? കഥ പറയാ, അതൊന്നും പറയാൻ പറ്റില്ല. എന്താ പറയാ കഥ പറയാനാ? ശാബ 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 ഒരിക്കലും പാട്ട് കിട്ടും. പൊന്നല്ലേ മിന്നാ ആലിക്ക് ബ്രോ കിട്ടും. ആരോടും മിണ്ടാ ചുണ്ടിൽ. ബ്രോ ഉത്തരം പറഞ്ഞ കെംസ് കൊമ്പിന് ബ്രോ ഒരു പോയിന്റ്. കഥയിലൊരു ട്വിസ്റ്റെങ്കിലും പറഞ്ഞാ പ്ലീസ്. ഒരു ട്വിസ്റ്റ് പറഞ്ഞാ പ്ലീസ്. ഒരു ഡിസ്റ്റ് പറയുന്നുണ്ട്, ഇനി ക്ലൂ ഇല്ല. എന്താ പശു പറഞ്ഞ സ്പിരിറ്റ് ആണോ? അല്ല പോയിന്റ് പെട്ടോ, പോയിന്റ് ഇടും. മറന്നു പോയിന്റ് ഇടും. മീശ പിടിച്ചത് ഇനി ക്ലൂ ആണോ? ഇൻസ്പെക്ടർ ഗരുഡൻ. കൈവക്കി പറ. ഇൻസ്പെക്ടർ ഗരുഡൻ അല്ല. പൂജ്യമായി -1 -3 മീശമാധന അല്ല. പിന്നേതാ? കൈവൊക്കെ ഞാൻ ആദ്യം തോറ്റു പറഞ്ഞല്ലേ. ഞാൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞ പുല്ല് തേങ്ങ. ഞാൻ സ്പിരിറ്റ് പാടും പടം ഉണ്ട്. സ്പിരിറ്റ് പാടും ഞാനതാ സ്പിരിറ്റ് തന്നെയാണ് ഉദ്ദേശിച്ചത്. സ്പിരിറ്റ് കിടത്തിനോട് സ്പിരിറ്റ് അങ്ങനെ പാട്ടുണ്ടോ? ഞാനതല്ലേ ദിലീപ് എല്ലാം പറഞ്ഞോട്ടോ സ്പിരിറ്റ് പറഞ്ഞേ.
അവനെ ദുബായിൽ നിന്ന് വന്നതിന് ശേഷം അവളുമായിട്ടുള്ള ഒരു ഇതിലല്ലേ. വാ, വാ. ശരിയല്ലേ? ഓക്കെ ഓക്കെ. ദുബായിന്നാ ജയിലിൽ നിന്ന്. അടുത്ത ക്വസ്റ്റ്യൻ. പെണ്ണേ പെണ്ണേ നിൻ കല്യാണമായി പൊന്നും മിന്നും നിൻ കണ്ണാരം. പെണ്ണേ നിൻ കല്യാണമായി പൊന്നും മിന്നും നിൻ കണ്ണാരമായി മണിമാരി മണവാട്ടിയായി പാട്ട് കേട്ടിട്ടുണ്ട്, സിനിമ അറിയില്ല. ഒന്നും പറയണ്ട. കഴിഞ്ഞ റൗണ്ടിൽ പറഞ്ഞു സ്പിരിറ്റ് ആണ്. പാടി പറഞ്ഞു ചിലപ്പോ സ്പിരിറ്റ് ആയിരിക്കും. ഏതൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല, എല്ലാം കൂടി കൺഫ്യൂഷൻ ആവുന്നു. ക്രൂ ഗൈസ് ഡോഗ് ക്യാമറ ബാക്കുന്ന ഓരോ ആക്ഷൻസ് കാണിച്ചു തരുന്നു. പറഞ്ഞാടാ ബ്രോ പറഞ്ഞില്ലേ ഇച്ചിരി മുമ്പ് ഞാൻ സ്പിരിറ്റ് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ ഇൻസ്പെക്ടർ കാരോട് ഈ പാട്ട് ബോളി പാട്ടില്ല. മീശ മാധവൻ. മറ്റേ ഇൻസ്പെക്ടറിന്റെ മോളുടെ കല്യാണത്തിന് വന്ന അവൻ. ഇൻസ്പെക്ടർ അല്ല, മറ്റേ കോൺസ്റ്റബിളിന്റെ. ഞാൻ ഒന്നും പറയാൻ വന്നില്ല. അല്ല അത് അവൻ എപ്പോഴും ഉള്ളതാണല്ലോ ആന്ന് പറഞ്ഞ എല്ലാവരും. അപ്പോ കൊമ്പൻ 1 പോയിന്റ്, ചാർലി -1, റാഷിക് DB -3. ഓക്കെ, അടുത്ത്. നീ മറന്നോ പോയൊരു നാൾ ഈരെ പോലെ നാം ഇരുപേർ ഒത്തുപള്ളിയിൽ ഒത്തുചേർന്നു ഏറിയ നാള് പോയതല്ലേ. നീ മറന്നോ പോയൊരു നാൾ നമുക്കൊക്കെ പോയാലോ ബ്രോ ഒറ്റയ്ക്ക് പാടി നമ്മള് പോട്ടെ. ചേർന്നു ദിലീപിന്റെ പടമാണ്. ദിലീപിന്റെ പടമാണ് അല്ലേ? ആണോ അല്ലയോ? മോഹൻലാലിന്റെ പടം അല്ലേ? അതെ. എടാ ഇത് ഏത് കിളിച്ചുണ്ടൻ മാമ്പഴം. അതന്നെ. കിളിച്ചുണ്ടൻ തലയാട്ടിയടാ ക്രൂ കണ്ടോ? ക്രൂ ടിസ്റ്റ് കണ്ടോ? കിളിച്ചുണ്ടൻ മാമ്പഴം. എടാ അത് പുതിയ പാട്ട് പാടിയാ കിട്ടും അതിനകത്ത്. അതിന്റെ അവിടുത്തെ ലൈൻ വരുന്നത് അങ്ങനെയാണ്. അതിന് പാട്ട് വായിക്കുമ്പോ ഇതാവുന്നില്ലേ, മറ്റേ കണക്ട് ആവുന്നില്ല നമ്മള് പാട്. ഏതു വാവിൻ കൗതുകം മിഴിയിൽ വാങ്ങി അവനാണ് ഫുൾ ക്ലൂ കൊടുക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് പിന്മാറുന്നു. ഫുള്ള് പാട്. ഞാൻ ഗസ് അടിക്കണേ. കിലുക്കം കിലുക്കം ആണോ? അല്ലേ? ബ്രോ അല്ല 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 കിലുക്കം കിലുക്കല്ല. കിലുക്കം. ഇതൊക്കെ പടം വേറെയാണ്, സെയിം തന്നെയാണ്, പടം വേറെയാ. എല്ലാരും ഓരോ മൈനസം കിട്ടെ. പടം. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാവ്, ബ്യൂട്ടിഫുൾ. പുതിയ പാട്ട് പോലും വെക്കണത് പഴയ പാട്ട് വെച്ചിട്ട് എന്ത് ഒലക്കാണ് പുതിയ പാട്ട്. ലാസ്റ്റ് വണ്ണാണ് ഞാൻ പറയുന്നത്. പുതിയ പാട്ട്. പുതിയ പാട്ട് എന്താ പാവച്ചിയാ? ഇത് മലയാളമല്ല, പുതിയ പാട്ടാ. എനിക്കറിയാം. കൂട്ടിനെ പൊള്ളാച്ചി പിള്ള വെച്ച് കെട്ടുന്ന പൊണ്ടാട്ടി അവങ്ക ഡോട്ടറാ. തമിഴാ? മലയാളം തന്നെ. പിന്നെ തമിഴ്. മലയാളം പടാ. കൂട്ടിന് പോവാൻ ജിപ്പില വരച്ച് കൊട്ടണ പൊങ്ക. ആലോചിച്ചാ മതി, പാടണ്ട. ആലോചിച്ചാ ബ്രോ എക്സാമ്പിൾ അല്ല, ക്ലൂതാ. നടൻ ആര്? പൃഥ്വിരാജ്. നടി ആര്? പറയില്ല. അല്ല. നവ്യ. ക്ലൂ ഫുള്ള് ഇവിടെ പാടാം. കാവ്യമാധവൻ. പറയില്ല. പിന്നെ പുതിയ പടം. നില്ല് നില്ല്. നില്ലേ 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 അതൊക്കെ നടിയുടെ പേര് പറ ബ്രോ. എന്ത് ബ്രോ? മനസ്സറിഞ്ഞ് ആലോചിക്കണം. നടൻ പൃഥ്വിരാജെന്ന് പറഞ്ഞു. നാടൻ കൂടെ ഉണ്ട്. ആര്? ഒരാൾ കൂടെ ഉണ്ട്. കുറെ നടന്മാരുണ്ടാവും അതില്. അപ്പൊ നമുക്കറിയാം. ലൂസിഫർ. ഓക്കെ ബൈ. ലൂസിഫറിൽ ഈ പാട്ടാണോ? ഇല്ലേ? പിന്നെ നടനുണ്ട്. ശരിയാണോ? അല്ല. ഇപ്പത്തെ മൈനസ് മറന്നു പോകും. ബേസിൽ. എടാ മറ്റേത്. അയ്യോ അല്ലേ? അതന്നെ ബ്രോക്ക് പോയിന്റ്. രണ്ട് നടനുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പൃഥ്വിരാജിന്റെ മെയിൻ അങ്ങേറല്ലടാ.
ആര് ദിലീപ് സോറി മോഹൻലാലല്ലേ രണ്ട് തണ്ണുണ്ടെന്ന് പറഞ്ഞല്ലേ അത് സംഭവം. അപ്പൊ മോഹൻലാലിന്റെ പടമല്ലേ, പൃഥ്വിരാജിന്റെ പടമല്ലല്ലോ അത്. വല്ലാത്തൊരു വണ്ടി. അങ്ങനെയാണ് പോയിന്റ് നോക്കുവാണെങ്കിൽ RCB ആകെ 4 ഉത്തരേ പറഞ്ഞുള്ളൂ, പക്ഷെ -4. അതെ അതെ. അടുത്തത് 4 ഉത്തരം പറഞ്ഞ് -4 മേടിച്ച് RCB ഏറ്റവും അവസാനം പുതിയ നിൽക്കുന്നത്. പടം പറഞ്ഞപ്പോ ഇത്രയും പുതിയ സിനിമന്റെ പാട്ടിലുള്ള ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞ ഉത്തരം കിട്ടണ്ടേ? എന്ത് ചെയ്യും ബ്രോ 1999, ഞാൻ 1999, ബ്രോ 1997. അങ്ങനെ വല്ലാണ്ടല്ലേ. അപ്പൊ എല്ലാവർക്കും പാട്ട് പഴയ സിനിമ ഒന്നും കാണാനില്ല. അപ്പൊ മനസ്സിലായില്ലേ ബ്രോക്ക് ഓർമ്മയില്ല, ബുദ്ധിയില്ല എന്നുള്ളത്? പക്ഷേ മനസ്സിലായില്ലേ ബുദ്ധിയില്ലാത്ത കുട്ടീനെ കൊണ്ടൊക്കെ ഞാൻ കൂടെ അതെ അതെ അതെ. ഇന്നത്തെ ചലഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം 3 പോയിന്റ് അല്ല 2 പോയിന്റ് ആയിട്ട് ഞാൻ വിജയിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. എന്തൊക്കെയാണ് നീ സമ്മതിച്ചു? അതിനെ ഞാൻ പറയാൻ വരുന്നത്. അതിന് നീ ജയിച്ചു, അതിന് നീ ഇങ്ങനെയൊക്കെ പറയണം. ഇവിടെ ഇതിനകത്ത് കയറുന്നതിന് മുമ്പ് കൊമ്പൻ നമ്മുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്താണ് ഇത് വിട്ടുതരാം. അത് അവര് പറയും. അതല്ല കുറെ ചാലഞ്ച് മൈനസ് ഫുള്ള് കൊമ്പ ഫുള്ള് മൈനസിലായിരുന്നു. ഇപ്പോഴാണോ ഒന്ന് പച്ച. ഗൈസ് അപ്പൊ എന്തായാലും ഇവിടെ പോയി നോക്കാം. നമ്മുടെ എനിക്ക് ഗൈസ് ഒക്കെ -4 പോയിന്റ്. 4 ഉത്തരം പറഞ്ഞ് -4 മേടിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അറിയത്തില്ല ഗൈസ്. ഓക്കെ, ചാർലിക്ക് -1 ആൻഡ് കെംസി കൊമ്പൻ 2 പോയിന്റ് എടുത്തിരിക്കുന്നു. ഓ ഗൈസ് ഇന്നലെ ഞാൻ മൈനസേ കണ്ടിട്ടില്ല. കെംസി കൊമ്പൻ അടിപൊളിയായിട്ടുള്ള കംബാക്ക് ആണ് ഗൈസ് ഇപ്പൊ വന്നത്. കെംസി കൊമ്പൻ അടിപൊളിയാണ്, സൂപ്പർ ആണ് ഗൈസ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്തൊരു കിടിലൻ ചാലഞ്ച് വീഡിയോ നമ്മൾ വീണ്ടും വരുന്നത്. അതുവരെ ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഒരു ചാലഞ്ചില് പൂച്ചാണ്ടി